ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഇന്ന് നവംബർ 29 വാർത്തയാണ് ഡിസ്കസ് ചെയ്യുന്നത്, നമ്പർ 29, ആൻഡ് ഡൽഹി എഡിഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് ഒരു കമൻറ്റ് വന്നിരുന്നു, ഡൽഹി എഡിഷൻ വായിക്കുന്നതുകൊണ്ട് മാത്രം വായിച്ചാൽ മതിയെന്ന് ചോദിച്ചൊരു കമൻറ്റ് ഉണ്ട്. സോ ഡൽഹി എഡിഷൻ മാത്രം വായിച്ചുകൊണ്ട് ഈ എഡിഷൻ ഹിന്ദുവിൻ്റെ ചൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കേരള എഡിഷനിലെ വാർത്തകൾ വളരെ കുറവാണ്, എസ്പെഷ്യലി സ്റ്റേറ്റ് വാർത്തകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അത് ശരിക്കും നാഷണൽ വാർത്തയാണ്. പല സ്റ്റേറ്റ്സിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ്. അപ്പം നമുക്ക് അത്തരം ന്യൂസുകൾ കുറവാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഡൽഹി എഡിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വാർത്ത നമുക്ക് അതിനകത്തേക്ക് കിട്ടും. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ലോജിക്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഡേ. പൊളിറ്റിക്കൽ വാർത്തകളല്ലാതെ സോ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് 4 ഡോക്ടേഴ്സ്. നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ്, ആലപ്പുഴയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത ഒരു കേസ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്, എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു കേസാണ്. 4 ഡോക്ടേഴ്സ് ആർ ബുക്ക്ഡ് ആഫ്റ്റർ എ ബേബി ബോൺ വിത്ത് സിവിയർ ബർത്ത് ഡിഫക്ട്സ്. 2 പ്രധാനപ്പെട്ട ഗൈനക്കോളജിസ്റ്റുകളെയും മറ്റ് 2 പ്രൈവറ്റ് ഡോക്ടേഴ്സിനെയും ഇതിൻ്റെ ഭാഗമായിട്ട്, സ്കാനിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതായത് കുട്ടീനെ സ്കാൻ ചെയ്ത സമയത്ത് ഇഷ്ടം പോലെ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇവർ കണ്ടെത്തിയില്ല എന്നാണ് കേസ്. അപ്പോൾ അതും ഒരു നെഗ്ലിജൻസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ കേസ് എടുത്തിട്ടുണ്ട്. സെക്ഷൻ പുതിയ BNS, പഴയ IPS എന്നൊക്കെ പറഞ്ഞ പോലെ പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ 125 സെക്ഷൻ വെച്ചിട്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓഫ് പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ് ആൻഡ് 125B ഗ്രീവിയസ് ഹേർട്ട് ഓഫ് ഭാരതീയ ന്യായ സംഹിത ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. 2 ഗൈനക്കോളജിസ്റ്റിന്റെ ഗവൺമെന്റ് ഡോക്ടറിലെയും 2 പ്രൈവറ്റ് ഡയഗ്നോസ്റ്റിക് സെന്ററിലെ ഡോക്ടർമാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. സോ ഇതൊരു ടാക്സി ഡ്രൈവറിന്റെ മകളാണ്, അനീഷ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ചൈൽഡ് വാസ് ബോൺ വിത്ത് സീരിയസ് ബർത്ത് ഡിഫക്ട് ഇൻക്ലൂഡിംഗ് ഫേഷ്യൽ ഡിഫോമിറ്റി, misaligned ears, eyes, atypical genitalia, hole in the lungs, tongue retraction, lying on the back, limb defects. ഇത്രയും ഡിഫക്ട്സ് കൊണ്ടാണ് ആ കുട്ടി ജനിച്ചത്. സോ ഇത്രയും ഡിഫക്ട്സ് കൊണ്ട് ആ കുട്ടി ജനിച്ചതിന് ശേഷം ഇത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, അതായത് വേണ്ടത്ര ശ്രദ്ധ സ്കാനിങ് സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് ഡെഫിനറ്റ്ലി നെഗ്ലിജൻസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വാദിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സോ ഇത് നാഷണൽ ന്യൂസ് തന്നെയാണ്. സോ അതുകൊണ്ട് ഐ തോട്ട് we'll start off with this important content. Okay, so ഇത്തരം കാര്യങ്ങൾ, സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും ഡോക്ടർ നെഗ്ലിജൻസ് ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലാണ്, സത്യം പറഞ്ഞാൽ ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ വൺ സൈഡ് ആയിട്ട് ഇത് ഈ സ്കാനിങ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇവർക്ക് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് ഇത് കണ്ടോ, കൈറ്റ്സ് ആണ് ഇതെല്ലാം. പട്ടം, സ്കൈ ഇസ് ദ ലിമിറ്റ്. പുതിയ നല്ല രസമായിട്ട് പട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചെറിയൊരു ഫാക്റ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ധൂൽപേട്ട് ഇസ് എ മേജർ ഹൈറ്റ് ഹബ് ഫോർ കൈറ്റ്സ് ഇൻ തെലങ്കാന. സോ നമ്മൾ കൈറ്റ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളും ഗുജറാത്തിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും പ്ലീസ് റിമെമ്പർ ദർ ഇസ് എ പ്ലേസ് കോൾ ധൂൽപേട്ട്. ഇറ്റ്സ് ആക്ച്വലി ഇൻ തെലങ്കാന. കൈറ്റ്സ് പട്ടം പറപ്പിക്കാൻ വേണ്ടി കൈറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഫേമസ് സിറ്റിയാണ് സൗത്ത് ഇന്ത്യയിൽ, ധൂൽപേട്ട്. അത് ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. സോ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഗ്രാപ്പ് 4 തന്നെയാണ്. ഇറ്റ് കണ്ടിന്യൂസ് ടു ഇൻ ഡൽഹി NCR ടിൽ December 2. ഓൾറെഡി നമ്മൾ ഇന്നലെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോക്കിയതാണ് എന്താണ് CAQM. ഓൾറെഡി നിങ്ങൾക്കറിയാം, കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് ഡൽഹി ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ഓഫ് പഞ്ചാബ്, UP, ഹരിയാന, രാജസ്ഥാൻ, ഇതിലൊക്കെ എയർ പൊല്യൂഷൻ നോക്കുകയാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് നോക്കും. അതിൻ്റെ ഭാഗമായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശം 450+ എബവ് ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ CAQM ഗ്രാപ്പ് ഇറക്കുന്നത്, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഇറക്കുന്നത്. ഗ്രാപ്പിന് 4 വേർഷൻസ് ഉണ്ട്, 1, 2. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓൾറെഡി ഇന്നലത്തെ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പല ഫേസ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഫേസ് അനുസരിച്ചിട്ട് ഡൽഹിയിൽ ഗ്രാപ്പ് 4 വേണം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗ്രാപ്പ് 4 എങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. സോ ഗ്രാപ്പ് 4 വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കൂള്, കോളേജുകൾ എല്ലാം അടയ്ക്കും, ഒരു പ്രൊഡക്ഷനും ഉണ്ടാവില്ല. കൺസ്ട്രക്ഷൻ സൈറ്റ്, ഡീസൽ, ലോക്കോമോട്ടീവ് എഞ്ചിൻ എല്ലാം കട്ട് ചെയ്യും. അതേപോലെ ട്രക്കുകൾക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല, എൻട്രി പോയിന്റ് എല്ലാം സീൽ ചെയ്യും. പക്ഷെ ഇതിൽ പറയുന്നുണ്ട്, പോലീസിന്റെ ഭാഗത്തും ഇതിലും ഭയങ്കരമായ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം കുറേ ട്രക്കുകളും ലോറികളൊക്കെ കുറേ ചെക്ക് വേ അല്ലെങ്കിൽ ഹൈവേ ഗേറ്റ് പോയിന്റുകളൊന്നും വേണ്ടത്ര സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല, വണ്ടികൾ വന്നും പോയി നിൽക്കുന്നുണ്ടെന്നില്ലേ. സോ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. സോ CAQM എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണ്? ഇപ്പോൾ ഗ്രാപ്പ് അനുസരിച്ചിട്ട് തന്നെ പുവർ ഉണ്ട്, വെരി പുവർ ഉണ്ട്, സിവിയർ ഉണ്ട്, സിവിയർ പ്ലസ് ഉണ്ട്. 4 കാറ്റഗറീസിലാണ് നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിന് അല്ലെങ്കിൽ ഗ്രാപ്പിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്.
സോ അതും ഇതിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. 2-ാം തീയതി വരെ അത് നിൽക്കും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കൂളുകൾ അടച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഇന്നലത്തെ വേറൊരു ഇഷ്യൂ ആണ്, സ്കൂൾ അടച്ചുകൊണ്ട് തന്നെ ഇവർക്ക് കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. ആൻഡ് ഏറ്റവും പ്രശ്നം, പല ഡൽഹിയിലത്തെ സ്കൂളുകൾക്കും ഓൺലൈൻ ക്ലാസ് ചെയ്യാനോ അതിനുള്ള ഫെസിലിറ്റീസോ ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ല. അപ്പോൾ അതും ഒരു വലിയ ചലഞ്ചായിട്ട് ഈ വാർത്തയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റ് റീജിയണൽ വാർത്തകളിലേക്കൊക്കെ പോകുമ്പോൾ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റേറ്റ് പേജുകളൊക്കെ നോക്കുമ്പോൾ എന്താണ് അടുത്ത മേജർ ആയിട്ടുള്ള വാർത്തകളും നോക്കാം. പരസ്യവും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ യെസ്, ബാംഗ്ലാദേശ് ജൂറിസ്ഡിക്ഷൻ. മമത ബാനർജി എടുത്ത് പറയുന്നുണ്ട്, ബാംഗ്ലാദേശ് ഇഷ്യൂ അണ്ടർ സെന്റേഴ്സ് ജൂറിസ്ഡിക്ഷൻ, വി വോണ്ട് ഇന്റർഫിയർ, സേ മമത ബാനർജി. തൃണമൂൽ കോംബോ. ഇത് വേറൊന്നുമല്ല, ബാംഗ്ലാദേശിൽ ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഓരോ സമയത്ത് ഓരോ ഇഷ്യൂസ് അല്ലേ വരുന്നത്. ഇപ്പോൾ ബാംഗ്ലാദേശിലെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം, ഇസ്കോണിലെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ് എന്ന് പറഞ്ഞ ഇസ്കോണിലെ ഓൾറെഡി ഒരു ഹിന്ദു ഒരു റിലീജിയസ് നേതാവിനെ, ഇസ്കോണിന്റെ ഒരു നേതാവിനെ, ഒരു ലീഡറിനെ, ഒരു സന്യാസിനെ ഇവർ ബാംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് അസ് ദ ലാർജർ ക്വസ്റ്റ്യൻ ഓഫ് മൈനോറിറ്റി റൈറ്റ്സ്. സോ ഇന്ത്യയിൽ ഡെഫിനറ്റ്ലി ഹിന്ദു മെജോറിറ്റി ആണെങ്കിലും പാകിസ്ഥാനും ബാംഗ്ലാദേശിലും മുസ്ലിംസ് മെജോറിറ്റിയും ഹിന്ദുസാണ് മൈനോറിറ്റിയിലുള്ളത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന ആൾക്കാർ മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യ ഉൾപ്പെടെ മൈനോറിറ്റീസിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ബാംഗ്ലാദേശ് നടപ്പിലാക്കുന്നത് എന്ന് വളരെയധികം കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റും കൂടാണ്. ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട കാര്യം, ബാംഗ്ലാദേശിൽ ഇപ്പോൾ ഓൾറെഡി എന്താന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റും ഇല്ല. ഷെയ്ഖ് ഹസീന എവിടെയോ പോയി, ഇന്ത്യയിലാണെന്ന് പറയപ്പെടുന്നു. ഇപ്പൊ മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ മൈനോറിറ്റി, ഹിന്ദുസ് എന്ന മൈനോറിറ്റി ബാംഗ്ലാദേശിൽ എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് വരുന്നത് ഹിന്ദു ഓർഗനൈസേഷൻസ് ബംഗാളിലുള്ളതാണ്. ബംഗാളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ പോയിന്റ് വെൻ മമത ബാനർജി കംസ് ടു എ കൺക്ലൂഷൻ ദാറ്റ് Bangladesh issue is the core issue of the center's jurisdiction. Let the central government decide. നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യേണ്ടെന്നുള്ള അവരുടെ ഒരു വാദത്തെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് ദിസ്. ആൻഡ് സുപ്രീം കോർട്ട് ടു ഹിയർ സാംഭാൽ മോസ്ക് കമ്മിറ്റി. ഇതും വലിയൊരു, ഇനി അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരാൻ പോകുന്ന ഒരു വാർത്തയാണ്. അത് പ്രത്യേകിച്ച് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ഇവിടെ വരും. ഓൾറെഡി സാംഭാൽ ഷാഹി മോസ്ക് എന്ന് പറഞ്ഞ് സാംഭാലിൽ അവിടെയുള്ള ജമാ മസ്ജിദ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മോസ്ക് ഇപ്പോൾ പ്രധാന പ്രശ്നമാണല്ലോ. ഇനി ഇന്നത്തെ വാർത്ത തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ ക്ലബ് ഓൾ ഓഫ് ദിസ് ടുഗെദർ. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാം കൂടെ ഞാൻ ഒറ്റയടിക്ക് ക്ലബ് ചെയ്തിട്ട് ആ ടോപ്പിക് എല്ലാം ഒറ്റയടിക്ക് പഠിപ്പിച്ചുതരാം. സോ ഇതിൽ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ മോസ്ക് ഒരു 16-ാം നൂറ്റാണ്ടിലെ ഒരു മോസ്ക് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. 16th സെഞ്ചുറിയിൽ ഏകദേശം അതാണ് കാണുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഇതൊരു അമ്പലമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സോ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇത് സാംഭാൽ, അപ്പൊ ഇതിന്റെ പേരിൽ ഇനി അടുത്ത വാർത്ത ഞാൻ ഇവിടെ ക്ലബ് ചെയ്യാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറയുന്നുണ്ട് അതായത് ഇവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ മുസ്ലിം ഓർഗനൈസേഷൻസ് സുപ്രീം കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ലോവർ കോടതികൾ എല്ലാം കൂടെ ഒറ്റടിക്ക് പറയാം, ഈ ലോവർ കോടതികൾ കീഴ്ക്കോടതിയിൽ കൊണ്ട് പെറ്റീഷൻ കൊടുക്കുന്നതാണ്. ഈ പെറ്റീഷൻ ഇവിടെ കൊടുക്കുക, ഇതൊരു ടെമ്പിൾ ആയിരുന്നു എന്ന് കീഴ്ക്കോടതിയിലാണ് പെറ്റീഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ലോവർ കോടതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഉടനെ തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ട് സർവേക്ക് ഓർഡർ ഇടും. ഇനി സർവേ നടത്തി എല്ലാം ഓക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാന്ന് പറയും ഈ സ്ഥലം. അപ്പൊ കഥ മനസ്സിലായി. ഇത് തന്നെയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഇവിടെ സാംഭാൽ എന്ന് പറഞ്ഞൊരു മോസ്കിനെ കുറിച്ചാണ് ഒരുപാട് ആൾക്കാർ, 4-5 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഭയങ്കര വയലന്റ് ഇഷ്യൂ ഉണ്ടായി ഹിന്ദു മുസ്ലിംസും തമ്മിൽ. ഇവിടെ സാംഭാൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇനി അതേപോലെ ഇന്നത്തെ വേറെയുണ്ട് അജ്മീറിലെ ദർഗ, അജ്മീറിലെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ദർഗ. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അജ്മീറിലെ ദർഗ എന്ന് പറയുന്നത് എത്രയോ സൂഫീസത്തിന്, മുസ്ലിംസിനെക്കാട്ടും കൂടുതൽ സൂഫീസ് എന്ന് പറയുന്ന സൂഫീസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സൂഫീസം മുസ്ലിം ഒന്നാണോ ഇസ്ലാം ഒന്നാണോ എന്നുള്ള ചോദ്യം അത് ഡിബേറ്റബിൾ ആണ്. നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ മെഡീവൽ ഇന്ത്യയിൽ നമ്മളിത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയും കൂടാണ്. സോ എന്തായാലും അജ്മീറിലെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ദർഗ വലിയ ഫേമസ് ആയി. ഇപ്പോൾ അവിടെ പറയുന്നു ഈ അജ്മീറിലെ ദർഗ പണ്ടൊരു ശിവ ടെമ്പിൾ ആയിരുന്നു. അപ്പോൾ അവിടെ ഹിന്ദുസിന് പ്രാർത്ഥിക്കാനുള്ള അവകാശം കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ എല്ലാവരും കീഴ്ക്കോടതിയിൽ ലോവർ കോർട്ടിൽ പോയി കേസ് കൊടുക്കും, ഇത് അവിടെ ഒരു അമ്പലമുണ്ട് എന്ന് പറയുമ്പോൾ കോടതി ഉടനെ സർവേക്ക് ഓർഡർ ഇടുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓർഗനൈസേഷൻസ് പറയാണ് അങ്ങനെ സർവേക്ക് ഓർഡർ ഇടുമ്പോൾ ഒരുപാട് വട്ടം ആലോചിച്ചിട്ട് വേണം ഓർഡർ ഇടാൻ. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് ബ്രിങ്സ് us ടു എ വെരി ലാർജർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് എന്താണ് ഏൻഷ്യൻറ്റ്. ഇതിനകത്ത് വർഷിപ്പിംഗ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്.
എന്താണ് അവരുടെ വർഷിപ്പ് ആക്ടിനെ കുറിച്ച് പറയുന്നത്. ഇത് മുഗൾ എംപററിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മോസ്ക് ബാബർ ഉണ്ടാക്കിയെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഈ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഈ ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പള്ളിന് അമ്പലമോ അമ്പലത്തിന് പള്ളിയോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന് ചേർച്ചോ ചേർച്ചിന് പള്ളിയോ അമ്പലമോ മുസ്ലിം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആരും കൺവേർട്ട് ചെയ്യണ്ട. പള്ളി അമ്പലമോ അമ്പലം പള്ളിയോ ആക്കി മാറ്റാൻ പറ്റില്ല. August 15 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. August 15 വെച്ച് നോക്കുമ്പോൾ അന്ന് ഇതെന്തായിരുന്നു അത് തന്നെ ആയാൽ മതി എന്നാണ്. കാരണം ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ആർക്കും ക്ലെയിം ചെയ്യാം. ഇപ്പോൾ നമുക്ക് 10,000 വർഷം മുന്നേ ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പാടായിരിക്കും. സോ ഇത് പറയുന്നത് August 15, 1947 എന്തായിരുന്നു ഇതിന്റെ അവസ്ഥ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവിടെയാണ് ഇത് വലിയൊരു ചലഞ്ച് വരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ബാബറി മസ്ജിദിന് ഇതിനൊരു എക്സെപ്ഷൻ കിട്ടി. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാബറി മസ്ജിദിന് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ഒരു എക്സെപ്ഷൻ കിട്ടി. കാരണം അവർ പറഞ്ഞു ഈ ആക്ട് വന്നത് തന്നെ 1991 ഈ ആക്ട് നിലവിൽ വരുന്നതിന് എത്രയോ വർഷം മുന്നേ ബാബറി മസ്ജിദ് ഡിസ്പ്യൂട്ടഡ് ആയിരുന്നു. അതുകൊണ്ട് ഇതിന് ഈ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവർ വാദിച്ചു. സോ ദാറ്റ് ഈസ് വൈ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ ബാബറി മസ്ജിദ് ഗോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്ക്ലൂഷൻ ഫോർ ദാറ്റ്. ഇറ്റ് ഗോട്ട് എ വെരി ഗുഡ് എക്സെപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ എക്സ്ട്രാ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യം ഈ കഥ മനസ്സിലാക്കി ഒരുപാട് ആർട്ടിക്കിൾ ഇതിൽ തന്നെ കഴിഞ്ഞു പോയി. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട വാർത്ത, ഇതിനകത്ത് തന്നെ ബാംഗ്ലാദേശിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഈ ബാംഗ്ലാദേശും ബംഗാളും ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ പറയുന്നത് തീസ്ത റിവർ വാട്ടർ ഷെയറിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൃഷ്ണ കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് എന്നും ഇന്നലെ നമ്മൾ പെന്നയാർ നദി എന്നൊക്കെ പറഞ്ഞ പോലെ തീസ്ത വാട്ടർ ഷെയറിംഗ് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തീസ്ത റിവർ വാട്ടർ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ ഓൾറെഡി ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിലുള്ള ഒരു പ്രധാന വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ആണ്, ഇന്ത്യയും ബാംഗ്ലാദേശും. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, ഞാൻ ഷെയർ ചെയ്യാണ്. തീസ്ത എന്നൊരു മെൻഷൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് തീസ്ത റിവർ വാട്ടർ എന്താണെന്ന് അറിയണം. ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിലുള്ള ഒരു റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ആണ് ഈ തീസ്ത എഗ്രിമെന്റ് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ അത് ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനി തീസ്ത എവിടെയാണെന്നുള്ളതും കൂടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇത് ഹിമാലയത്തിൽ നിന്നാണ് ഒഴുകി വരുന്നത്. സോ ഇറ്റ് കംസ് ഓൾ ദ വേ ഫ്രം ഹിമാലയത്തിൽ നിന്നാണ് ഇതിന്റെ ഒറിജിനേഷൻ. പിന്നെ ഇത് വന്നതിന് ശേഷം ഇറ്റ് ഗോസ് ടു സിക്കിമിൽ നിന്നും ഇത് വരും. സിക്കിമിൽ നിന്നും ഇറ്റ് ഗോസ് ടു വെസ്റ്റ് ബംഗാളിലേക്ക് പോകും. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇത് പതുക്കെ ബാംഗ്ലാദേശിലേക്ക് പോകുന്നത്. ഇത് ബാംഗ്ലാദേശിലേക്ക് പോകും. പിന്നീട് ഇത് ബ്രഹ്മപുത്ര അവിടുത്തെ അത് ബ്രഹ്മപുത്രയിലേക്ക് മേർജ് ആവും. സോ ഇത് എക്സ്ട്രാ പോയിന്റ്സ് പറയാണ്. തീസ്ത, സിക്കിം, ഹിമാലയത്തിൽ നിന്ന് സിക്കിം, പിന്നെ വെസ്റ്റ് ബംഗാൾ, പിന്നെ ബാംഗ്ലാദേശ്, പിന്നെ ബ്രഹ്മപുത്രയിലേക്കാണ് വരുന്നത്. ഓൾറെഡി 1970s ഓൾറെഡി ഇതിനു വേണ്ടി ഓൾറെഡി ഒരു JRC ഒക്കെ ഉണ്ട്. എന്താണ് ഈ JRC? ജോയിന്റ് റിവർ കമ്മീഷൻ. തീസ്ത നദിയുടെ റിവർ ഷെയറിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് എന്താണ് തീസ്ത റിവർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ബാംഗ്ലാദേശും ഇന്ത്യയും രണ്ടുപേരും ഇതിനകത്ത് വെള്ളത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ഓർത്ത് വെക്കുക. ഒരു വാർത്തയാണത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേ ബോർഡ് ഹാസ് ഫോംഡ് കമ്മിറ്റി ടു പ്രോപ്പ് CRS റിപ്പോർട്ട് ഓൺ ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഓൾറെഡി പുതിയ പാമ്പൻ പാലം പണിതു എന്ന് നമുക്കറിയാം. ഇപ്പം മധുരയുടെ മണ്ഡപം തൊട്ട് രാമേശ്വരം വരെ പാമ്പൻ പാലം, പുതിയ പാലം പണിതു. പക്ഷേ ഇതിനകത്ത് പ്രശ്നം, റെയിൽവേ ബോർഡ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ അടുത്ത ചോദ്യമാണ്, എന്താണ് ഈ റെയിൽവേ ബോർഡ് എന്നുള്ളത്? സോ റെയിൽവേ ബോർഡ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സി RB അഥവാ റെയിൽവേ ബോർഡ് എന്ന് പറയുമ്പോൾ ഈ ആർട്ടിക്കിളിൽ ഇത് ഇനി പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണത്. ഓൾറെഡി ഒരു പുതിയ പാലം പണിതു. ആ പാലം പണിതപ്പോൾ തന്നെ കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി സതേൺ സർക്കിള് ഒരുപാട് ലാപ്സസ് പറഞ്ഞു. ഇതിന്റെ സ്ട്രക്ചറിൽ, ഇതിന്റെ വെൽഡിംഗ് പ്രോസസ്സിലോ എല്ലാത്തിലും പ്രശ്നമാണ്. അപ്പൊ മൊത്തത്തിൽ പ്രശ്നമുള്ള ഈ സംഭവം എങ്ങനെയാണ് നമ്മളിത് ശരിക്കും ഇത്രയും വലിയൊരു പാലം നമ്മൾ എങ്ങനെയാണ് ഓടിക്കാൻ പോകുന്നില്ലേ? അങ്ങനെ വന്നപ്പോഴാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം ഓർക്കേണ്ടത്. RDSO അവരുടെ ഒരു ഓർഗനൈസേഷനാണ് RDSO. അപ്പൊ RDSO ആണ് ഇത്തരത്തിലുള്ള എല്ലാ, ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്താണ് എന്താണ് RDSO എന്നുള്ളത്. റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ്. ഇവരാണ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളെല്ലാം ഓവർസീ ചെയ്യുന്ന ഏജൻസി. പരീക്ഷയ്ക്ക് ചോദിക്കാം, RDSO റെയിൽവേയുടെ ഇതേപോലത്തെ പാലമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ചെക്കിങ്ങും ഇതിന്റെ മറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നതും പ്രോട്ടോകോൾ ഡിസൈനിങ് ഒക്കെ RDSO ആണ്. റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ആണ് RDSO. ഓർത്തിരിക്കുക. സോ ഇവരുടെ പാലത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. അപ്പൊ റെയിൽവേ ബോർഡ് പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എന്താണ് ഈ the 2.5 long bridge with 72-meter vertical lift span was cleared for operation by trains.
സോ ഇത് വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ എന്നാണ് പറയുന്നത്. ടിപ്പിക്കൽ ടെക്നിക്കൽ ജാഗൻസ് ആണ്. 2 കിലോമീറ്ററിന് മുകളിലുള്ള ഇതാണ്. അപ്പോൾ ഇത്തരം പാലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം കൺസേൺഡ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് നിന്ന് ക്ലിയർ ആണ്. ഇനി ഇതിനകത്ത് കശ്മീരി സെൻട്രൽ ഏഷ്യൻ ആർട്ടിസൻസ് റീകണക്ട് അണ്ടർ വൺ റൂഫ് ഇൻ ശ്രീനഗർ. ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. കശ്മീരിലെ സെൻട്രൽ ഏഷ്യൻ ആർട്ടിസൻസും ഇതേപോലെ എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാർ, മാറ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ കശ്മീരി മാറ്റ്, കശ്മീരി എംബ്രോയിഡറി, ഇതിനു വേണ്ടിയുള്ള ഈ ക്രാഫ്റ്റിന് വേണ്ടിയുള്ള എല്ലാവരും കശ്മീരിൽ നിന്നും സെൻട്രൽ ഏഷ്യയിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ഒത്തുചേർന്ന ഒരു വലിയൊരു പ്രോഗ്രാം ശ്രീനഗറിൽ അവർ നടത്തി. അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. സോ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ശ്രീനഗറിന് ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ശ്രീനഗർ ഈസ് ബീങ് അവാർഡഡ് ആസ് ദ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി. അങ്ങനെ ഒരു ടാഗും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, വേൾഡ് ക്രാഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു ടാഗ് കിട്ടിയിട്ടുണ്ട് ജമ്മു ആൻഡ് കശ്മീരിന്, ശ്രീനഗറിന്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റിയാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് സിറ്റി ഒക്കെ കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് വൈ വി ഹാവ് ടു റിമെമ്പർ ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതിനകത്ത്. യെസ്, ഹിയർ വി കം ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വാട്ട് ഇസ് WCC? വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്നാണ് നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുള്ളത്. WCC എന്നുള്ളത് ഇവിടെ വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ ആണ്. സോ ഇതിനെക്കുറിച്ച് 2 വാക്ക് എന്ന് പറയുമ്പോൾ, വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു NGO ആണ്. അതായത് വേൾഡിലെ എല്ലാ ക്രാഫ്റ്റ്സും ഇതേപോലത്തെ രാജ്യങ്ങളെ എല്ലാം ഇതേ ക്രാഫ്റ്റിനും ഇതിനൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുമിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ എന്നുള്ളത്. ഇവർക്ക് ക്രാഫ്റ്റ് സിറ്റി എന്ന പേര് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റിനെ ഒരു ക്രാഫ്റ്റ് സിറ്റി ആണെന്ന് നെയിം ചെയ്യാനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. അപ്പോൾ അത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതിൽ പറയുന്നുണ്ട്, പണ്ട് തൊട്ടേ കശ്മീരിനും ഈ സെൻട്രൽ ഏഷ്യയിലുള്ള സ്ഥലങ്ങൾ, ഇതിനകത്ത് ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. സെൻട്രൽ ഏഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണെന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഓൾറെഡി അഫ്ഗാനിസ്ഥാനായിട്ടും ഇറാനായിട്ടും പഴയ പേർഷ്യ, ഇവിടേക്കൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ പറയുന്നുണ്ട് 15-ാം നൂറ്റാണ്ടിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിലും, സോ കണ്ടോ, തജിക്കിസ്ഥാൻ, ഇറാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, റഷ്യ, ഇവിടേക്കൊക്കെ നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ക്രാഫ്റ്റ് കൗൺസിൽ ഗ്രാൻറ്റഡ് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി കശ്മീരിന് ശ്രീനഗറിന് കൊടുക്കാണ് ഉണ്ടായത്. ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട്, പഴയ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐ ഹവ് റെഡ് ദാറ്റ് അബൌട്ട് ഒരു രാജാവുണ്ട് ഓൾറെഡി, സൈനുൽ അബ്ദീൻ എന്ന് പറയുന്ന 15-ാം നൂറ്റാണ്ടിലെ കശ്മീരിലെ ഒരു സുൽത്താൻ ആയിരുന്നു സൈനുൽ അബ്ദീൻ എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് ഓൾറെഡി ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളായിട്ട് നല്ല ഒരു അടുപ്പം ഉണ്ടായിരുന്ന ഒരു സുൽത്താൻ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ കാശ്മീരി കാർപ്പറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൾ ടോക്കിംഗ് അബൌട്ട് കാശ്മീരി കാർപ്പറ്റ്. നമ്മൾ കാർപ്പറ്റ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് കാശ്മീരി ആണല്ലോ. അപ്പൊ കാശ്മീരി കാർപ്പറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഇവര് 2 പ്രധാനപ്പെട്ട ടെക്നിക്ക് പറയുന്നുണ്ട്. സോ ഇത്തരം ആർട്ടിക്കിൾസ് എല്ലാം ആർട്ട് ആൻഡ് കൾച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കിന്റെ പേരാണ് ഫാർസി ബഫ്. ഇതൊരു ടെക്നിക്കാണ്. കാർപ്പറ്റ് ഉണ്ടാക്കാനുള്ള അവരുടെ ഒരു ടെക്നിക്കാണ് ഈ ഫാർസി ബഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടെക്നിക്കിന്റെ പേര് സെഹന നോട്ട്സ് എന്നാണ്. ഇറ്റ്സ് കോൾഡ് സെഹന നോട്ട്സ്. സെഹന നോട്ട് എന്ന് അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ 2 ടെക്നിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം. കശ്മീരി കാർപ്പറ്റ് ഉണ്ടാക്കുന്ന 2 ടെക്നിക്കാണ് ഫാർസി ബഫ് ആൻഡ് സെഹന നോട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനും കശ്മീരും തമ്മിൽ ബന്ധമുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. ഉസ്ബെക്കിസ്ഥാനും കശ്മീരിനെയും യോജിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കശ്മീരിന്റെ, യു ഷുഡ് റിമെമ്പർ, ഇത് അത്യാവശ്യം പോയിന്റ്സ് ഉള്ളതാണ്. കശ്മീരിന്റെ ഇറ്റ്സ് കോൾഡ് സോസിനി ആർട്ട്. ഇറ്റ്സ് എ സോസ്നി ആർട്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കശ്മീരിന്റെ സോസ്നി ആർട്ട് എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കരമായി നേച്ചറിനൊക്കെ ഇൻസ്പയർ ചെയ്തതാണ്. ഒരു നീഡിൽ വർക്ക് ആർട്ടാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം സോസ്നി ആർട്ട്. ഇറ്റ്സ് എ നീഡിൽ വർക്ക് ആർട്ട് ഫോം ആണ്. കശ്മീരിലാണ്. ഇതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ഇതുണ്ട്, സോസിനി എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് സുസാനി എന്ന് പറഞ്ഞൊരു ആർട്ട് ഉണ്ട്. വളരെ സിമിലർ ആണ്. ഇതൊരു ഇവിടെ തന്നെ പോയതാണ്, കശ്മീരിൽ തന്നെ പോയതാണ്. സെയിം ടെക്നിക്, കളർ, ഫ്ലോറൽ സ്കീം എല്ലാം നമ്മുടെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഈ സുസാനി ഇതെന്നൊക്കെ ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ WCC എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബാക്കിയുള്ള പരസ്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നല്ലൊരു എവിടെയെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. പാനൽ ഫോം ടു എൻഷുർ ഫുഡ് സേഫ്റ്റി ഇൻ എഡ്യൂക്കേഷൻ സെന്റേഴ്സ്. തെലങ്കാന ഗവൺമെന്റ് ആണ് പുതിയ ടാസ്ക് ഫോഴ്സ് കൊണ്ടുവന്നത്. സ്കൂളുകളിലെയും വെൽഫെയർ ഹോസ്റ്റലുകളെയും റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അംഗൻവാടി, ഹോസ്പിറ്റൽസിലെല്ലാം അവിടുത്തെ ഫുഡ് സേഫ്റ്റി എത്രത്തോളം മികച്ചതാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ടാസ്ക് ഫോഴ്സിനെ they brought in a task force for the same purpose. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, KSRTCക്ക് EV ബസ്സുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത്, ലഷ്കറി മെമ്പർ എക്സ്ട്രഡിറ്റഡ് ഫ്രം റുവാണ്ട. ഹിസ് നെയിം ഇസ് സൽമാൻ ഖാൻ. മുഴുവൻ പേര് സൽമാൻ ഖാൻ ആണ്. അതെ, ഒഫീഷ്യൽ ഹിസ് നെയിം ഇസ് സൽമാൻ ഖാൻ. ഹി ഈസ് എ ലഷ്കറി തോയ്ബ
Lashkar-e-Toiba. അപ്പോൾ ഓൾറെഡി ഇന്റർപോളിന്റെ റെഡ് നോട്ടീസ് ഹാസ് ബീൻ ഇഷ്യൂഡ് അഗൈൻസ്റ്റ്, അക്കോർഡിംഗ് ടു NIA, he was involved in Bangalore Central Prison റിക്രൂട്ട്മെന്റ് കേസ്. ബാംഗ്ലൂരിലെ ജയിലുകളിൽ നിന്നും ആൾക്കാരെ ടെററിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ചാർജിലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഇയാൾ ഇപ്പൊ നമുക്കറിയാം റുവാണ്ടയിൽ പോയി ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സോ ദിസ് ബ്രിങ്സ് എസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിറ്റി. റുവാണ്ട ആണെങ്കിൽ നമുക്ക് ഏറ്റവും അറിയുന്ന സിറ്റി കിഗാലി. ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ കിഗാലി അമെൻമെന്റ് എന്ന് പഠിച്ചിട്ടില്ലേ, കിഗാലി ട്രീറ്റി എന്നൊക്കെ പറയുന്നത്. കിഗാലി ഈസ് ഇൻ റുവാണ്ട, റാൻഡോയുടെ ക്യാപിറ്റലാണ് കിഗാലി. സോ കിഗാലി നിന്നും ഇന്ത്യൻ ഗവൺമെന്റ് എക്സ്ട്രാഡിഷൻ റിക്വസ്റ്റ് ചെയ്തു. അതാണ് ഒരാൾ നമ്മൾ ചാടിപ്പോവാണെങ്കിൽ നമുക്ക് അവിടുത്തെ രാജ്യത്തിന് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാഡിഷൻ കൊണ്ടുവരാം. എക്സ്ട്രാഡിഷൻ ട്രീറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒപ്പുവെക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയും റുവാണ്ടയും തമ്മിൽ എക്സ്ട്രാഡിഷൻ ഉണ്ടായിരിക്കണം ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ റുവാണ്ടയിലുള്ള ഒരു ക്രിമിനലിനെ റുവാണ്ടൻ ഗവൺമെന്റ് ഇന്റർപോൾ ഒക്കെ ചേർന്ന് റെഡ് നോട്ടീസ് ഒക്കെ ഇഷ്യൂ ചെയ്ത് അറസ്റ്റ് ചെയ്ത് തിരിച്ച് കൊടുക്കാന്ന് പറയണമെങ്കിൽ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഓപ്പറേറ്റ് ചെയ്തെന്നാണ്. സോ ദ ഗ്ലോബൽ ഓപ്പറേഷൻ സെന്റർ ഓഫ് ദ CBI ഹാസ് ആൻഡ് കോർഡിനേറ്റഡ് വിത്ത് NIA, ഈ അവിടുത്തെ കിഗാലി ബ്യൂറോ എന്നാണ് ഈ ലഷ്കർ-ഇ-തോയ്ബ ഓപ്പറേറ്റീവിനെ കിട്ടിയത്. സോ ആളുടെ ചാർജും കാര്യങ്ങളൊക്കെ ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ എക്സ്ട്രാഡിറ്റ് ചെയ്യാം. അപ്പൊ ചോദിക്കും വിജയ് മല്യയും ഇവരെയും ഒന്നും കൊണ്ടുവരുന്നില്ലേ എന്നില്ലേ. അപ്പോൾ ഈ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റിന് നല്ല വില്ലും വേണം. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗവൺമെന്റിന് അപാരമായ ഒരു വിൽ പവറും കൂടെ വേണം ഇത് സാധിച്ചെടുക്കണമെങ്കിൽ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് ഒഡീഷ പോലീസ് ഓൺ ഹൈ അലർട്ട് ആസ് പന്നുൻ ഇഷ്യൂസ് ത്രെറ്റ് ടു മീറ്റ് DGPs. അവിടെ DGP IGP മീറ്റ് നടക്കുന്നുണ്ട് ഒഡീഷയിൽ. ഈ മീറ്റിന് ത്രെറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഗുർപത്വന്ത് സിംഗ് പന്നുൻ. ഇയാളാണ് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറയുന്ന ആളെ ഓൾറെഡി ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖാലിസ്ഥാൻ പ്രശ്നം പറഞ്ഞിട്ട് ആളെ കാനഡയെ വെച്ചിട്ട് ഇന്ത്യൻ ഗവൺമെന്റും ഏജൻസും കൊന്നു എന്നാണല്ലോ ഇപ്പൊ കാനഡ നമുക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതേപോലെ ദിസ് മാൻ കോൾ പന്നുൻ ഇസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ US and there was multiple attempts to assassinate him as per the American records. ഒരു ഇന്ത്യൻ ആർമി മേജറിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇയാളെ അമേരിക്കയിൽ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് കേസുകൾ ഓൾറെഡി ഉണ്ട്. സോ അതിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നടക്കാൻ പോകുന്ന DGP IGP കോൺഫറൻസിൽ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട്, ഇത് മൊത്തം കുളമാക്കും എന്നുള്ള റിപ്പോർട്ട് ഇയാൾ പറയുന്നുണ്ട്. സോ he is a terrorist. Pannun is a terrorist. ഉവാപ്പയാണ്. Unlawful activities prevent censorship. He is pro Khalistani 6. So he is actually a terrorist according to India. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണേണ്ട ഒരു പ്രധാന കാര്യം. സോ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ആൻഡ് അടുത്തത് വിഴിഞ്ഞം പ്രൊജക്ട് 2028 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടാണ്. കർണാടക ടു ടേബിൾ ബിൽ ടു മേക്ക് ചീഫ് മിനിസ്റ്റർ വാസിറ്റി ചാൻസലർ. ഇപ്പൊ കർണാടക ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നുണ്ട്. കർണാടക സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് രാജ് യൂണിവേഴ്സിറ്റി ബില്ല് 2024 അവരുടെ ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്നുണ്ട്. സോ ഇതിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന് പറയുന്നത് അവിടുത്തെ ഗവർണർ ആയിരിക്കും. ഇതൊരു കീഴ്വഴക്കം മാത്രമാണ്, കാരണം അതൊരു നല്ലൊരു തീരുമാനത്തിലാണ് വന്നത്. ഇപ്പോൾ ഓൾറെഡി പിണറായി വിജയനും ഇവിടുത്തെ ഗവർണറും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇവിടെ കർണാടകയിൽ പുതിയ ഇഷ്യൂ ആണ് യൂണിവേഴ്സിറ്റിയുടെ, അതായത് ഇനി വരാൻ പോകുന്ന കർണാടകയുടെ റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് രാജ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ ആകണ്ട, മറിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അവിടുത്തെ ചാൻസലർ ആയാൽ മതി എന്നാണ്. സോ ദിസ് ബ്രിങ്സ് us to a larger constitutional debate also. ഇതിൽ മറ്റ് ആക്ടിന്റെ പ്രൊവിഷൻസിനെക്കാട്ടും കൂടുതൽ ഇതൊരു പാർലമെന്ററി ചർച്ച തന്നെ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇങ്ങനെ വരുമ്പോൾ ഗവർണറിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗവർണറാണ് ചാൻസലറായിട്ട് ഇരിക്കാറുള്ളത്. ആൻഡ് പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, വേറൊരു പവർ സ്റ്റേറ്റ് ഗവൺമെന്റിന് എവിടെ നിന്നാണ് ഇതിന് പവർ എന്ന് ചോദിച്ചാൽ ഇനി എക്സ്ട്രാ പോയിന്റ്സ് പറയാം ഞാൻ. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ കാണിക്കാൻ പറ്റുന്ന അവർക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനം എടുക്കാവുന്ന കാര്യമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ലെജിസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പവർ ഉണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ലെജിസ്ലേറ്റ് ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ദർ ഇസ് നോ ബാർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദർ ഇസ് നോ ബാർ ഫോർ ചീഫ് മിനിസ്റ്റർ ബീങ് എ ചാൻസലർ. ചീഫ് മിനിസ്റ്റർ ചാൻസലർ ആയിക്കൂടാ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളൊന്നും നമുക്കില്ല. സോ അതും പിന്നെ പല സ്റ്റേറ്റ്സിലും അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ചാൻസലർ ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് നാളെ വരുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഹാവ് ആൻ ഐഡിയ ഫോർ ദാറ്റ്. ഇത് കണ്ടോ, 90-ാം വയസ്സിലും അത് എഞ്ചിനീയറിന് 17ാമത്തെ പേറ്റന്റ് കിട്ടി എന്നാണ് പറയുന്നത് ഒരു ഗിയർ സിസ്റ്റം ഉണ്ടാക്കിയാൽ. ഞാൻ അതിൽ അധികം അത്രയും
സോ ഈ ലേറ്റസ്റ്റ് സംഭവമാണ് ഇൻഫിനിറ്റീവ്ലി വേരിയബിൾ ഓട്ടോമാറ്റിക്, പുതിയ അദ്ദേഹത്തിൻ്റെ പേറ്റന്റ് സിസ്റ്റമാണ് ഇൻഫിനിറ്റ്ലി വേരിയബിൾ ഓട്ടോമാറ്റിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ പുതിയൊരു സംഭവമായിട്ട് കൊടുക്കാൻ പോകുന്ന കാര്യമാണ്. അദ്ദേഹം ഈ പ്രായത്തിലാണ് അത് നേടിയെടുത്തത്. സോ യുനോ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ദാറ്റ്. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത സ്പോട്ട്ലൈറ്റ്. ഇത് എനിക്കൊന്ന് കേരളത്തിൻ്റെ പേപ്പറിൽ കാണില്ല, ഇത് ഡെയിലി എഡിഷനിലാണുള്ളത്. ഇത് വേറൊന്നുമല്ല, സ്പോട്ട്ലൈറ്റ് എന്നിവിടെ ഉദ്ദേശിച്ചത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന സംഭവമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേരെയാണ് പറ്റിക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഫോണിലൂടെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ നമ്മൾ തന്നെ വിചാരിക്കും ഫോണിലൂടെ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ കുറ്റം ചെയ്തു, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ആരെങ്കിലും അയച്ചു കൊടുക്കും. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇന്ത്യയിൽ ഏകദേശം 92,000 കേസുകളുണ്ട്. 92,000 കേസുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി മാത്രം. സോ അത് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഓൾമോസ്റ്റ് 2,140 കോടി 2,140 crores ഓൾറെഡി ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു. എന്നെ രക്ഷപ്പെടുത്തുക, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവരെ ഓൺലൈനിൽ പേടിപ്പിച്ചപ്പോൾ ഒരു പൈസ അയച്ചു കൊടുത്തു. എത്രയോ ആൾക്കാർ 1 കോടി രൂപ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഐ എം ജസ്റ്റ് വണ്ടറിങ്, പീപ്പിൾ ഹാവ് 1 crore rupees in their bank accounts and still they are ready to send it across. ഒരു ഇതുമില്ലാതെ they are ready to send it. മൊത്തം കാൽക്കുലേഷൻ അടുത്ത വർഷമാകുമ്പോൾ പറയുന്ന കാൽക്കുലേഷനാണ്. നമ്മുടെ ഇന്ത്യയുടെ GDP-യുടെ വളരെ സങ്കടകരമായ കാര്യമാണ്. GDP-യുടെ ഓൾമോസ്റ്റ് 0.7% ഇസ് ഗോയിങ് ടു ബി ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ നടന്ന സ്കാമിൽ പോകാൻ പോകുന്ന പൈസയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ എന്തോരം പൈസയാണ് ഇവിടെ പോകുന്നതെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതാണ് മൊത്തം ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട എഡിറ്റോറിയൽസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇതിൽ സംസാരിച്ച് പോവാം. എഡിറ്റോറിയലിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് വേറൊന്നുമല്ല, ബാംഗ്ലാദേശിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബാംഗ്ലാദേശിൽ ഹിന്ദു മൈനോറിറ്റീസിൻ്റെ അവസ്ഥ കുറച്ച് കഷ്ടമാണ് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അവിടെ വേണ്ടത്ര മൈനോറിറ്റീസിനുള്ള റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ബാംഗ്ലാദേശിൽ അങ്ങനെ ഹിന്ദു റൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കുറേ അവിടുത്തെ ഹിന്ദു മൈനോറിറ്റീസ് തന്നെ എത്രയോ 20 ലക്ഷം വരുന്ന ആൾക്കാരെ എത്രയോ ഗവൺമെന്റിനുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഓൾറെഡി മൈനോറിറ്റി ലോ ഒന്നും ഇല്ല. അപ്പോൾ ഒരു മൈനോറിറ്റി ലോ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് ബാംഗ്ലാദേശിൽ. അതേപോലെ ഒരു മൈനോറിറ്റി ലോ ഇല്ലെന്ന് മാത്രമല്ല, അതേപോലെ ഒരു മൈനോറിറ്റി മിനിസ്ട്രി ഒന്നുമില്ല. ഒരു ബാക്ക്വേർഡ് കമ്മിറ്റിയോ അല്ലെങ്കിൽ മൈനോറിറ്റീസിന് വേണ്ടിയുള്ള ഒരു മിനിസ്ട്രി ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതിനകത്ത് പറയുന്നത്. ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നാണ് ഇതിൽ പറയുന്നത്. സോ പിന്നെ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. പിന്നെ അടുത്ത ശ്രീലങ്കൻ ഇലക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് ശ്രീലങ്കയുടെ കാര്യങ്ങളിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് മൊത്തത്തിലുള്ള മെയിൻ പോയിന്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പോൾ ജനതാ വിമുക്തി പേരമുന JVP എന്ന് പറയുന്നത് പാർലമെന്ററി പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. JVP ശ്രീലങ്കയിൽ ഇപ്പോൾ ജനതാ വിമുക്തി പേരമുന. അപ്പം ഞാൻ ഇതിന്റെ കഥ പറഞ്ഞുതരാം, അല്ലാതെ നമ്മൾ മുഴുവൻ പഠിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പം ഇതിന്റെ മെയിൻ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഭയങ്കരമായ മിലിറ്റൻസിയും, അതായത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായ മിലിറ്റൻസിയും നക്സൽ മൂവ്മെന്റും അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ശ്രീലങ്കയിലാണെങ്കിലും ഈ JVP ഒക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോൾ അവർ അത്രയൊക്കെ ഒരു കാലത്ത് ഗവൺമെന്റിനെതിരെ അറ്റാക്ക് നടത്തി തോക്ക് ആയുധങ്ങൾ വെച്ച് ഇവരോട് പോരാടി കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇവരെല്ലാം സംഭവിക്കുന്നത്, ഇവരെല്ലാം ഡെമോക്രസിയുടെ വഴിയിലേക്ക് തിരിച്ചു വരികയാണ്. സോ ലോകം നോക്കുമ്പോൾ മൊത്തം മിക്കവാറും നക്സലിസ്റ്റുകളും മാവോയിസ്റ്റുകളെല്ലാം ഒരു പോയിന്റ് കഴിഞ്ഞ് സിസ്റ്റത്തിന്റെ ഭാഗമായി മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രീലങ്കയുടെ കഥ പറയുന്നുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് വന്നു അവരിപ്പോൾ പാർലമെന്ററി പ്രസിഡന്റ് ഇലക്ഷനൊക്കെ അവർ വരുന്നു. പിന്നെ അതേപോലെ തന്നെ നേപ്പാളിലെ അവസ്ഥ പറയുന്നുണ്ട്. കാരണം നേപ്പാളിൽ ഓൾറെഡി മാവോയിസ്റ്റ് അവിടുത്തെ മൊണാർക്കിനെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി 2006 വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് കോൾഡ് എ കോംപ്രിഹെൻസീവ് പീസ് അക്കോർഡ്. നേപ്പാളിലാണ് കോംപ്രിഹെൻസീവ് പീസ് അക്കോർഡ് എന്ന് പറഞ്ഞത് 2006. കോംപ്രിഹെൻസീവ് പീസ് അക്കോർഡ് ഇസ് ഇൻ 2006. അങ്ങനെ നേപ്പാളിൽ വരുന്നു. അതേപോലെ തന്നെ എൽ സാൽവഡോർ എന്ന് പറഞ്ഞ രാജ്യത്ത് വരുന്നു. എൽ സാൽവഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തും ഇതേപോലെ ഗറില്ല യുദ്ധം നടത്തി ഒരുപാട് പേര് ഡെമോക്രസിന്റെ പാതയിലേക്ക് വന്നു. എൽ സാൽവഡോർ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക. അപ്പൊ മൊത്തം നോക്കുമ്പോൾ ശരിക്കും ഇത് ഇന്ത്യയിലെ അവസ്ഥയും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും മാവോയിസ്റ്റുകളുടെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇവരെ ഡെമോക്രസിയുടെ പാതയിലേക്ക് കൊണ്ടുവന്നാൽ വളരെ നല്ലതാണെന്നാണ് ഇതിന്റെ കഥ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് കുറച്ച് ഡിസ്കഷൻ വരാനുണ്ട്. കാരണം സെൻസസ് 2025 വരുമ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് NRP, ഈ പറയുന്ന പോലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NPR എന്ന് പറയുന്നത് എന്താണ്. അതേപോലെ എന്താണ് കോൺസെപ്റ്റ് ഓഫ് NRIC എന്ന് പറയുന്നുണ്ട്.
ഇപ്പോൾ ഓൾറെഡി 2025 സെൻസസ് വരുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ സെൻസസ് വരുമ്പോൾ ഈ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ വിൽ ഹാവ് എ നാഷണൽ രജിസ്റ്റർ ഫോർ ഇന്ത്യൻ സിറ്റിസൻസ്, ഒരു NRIC വരും, NRC നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഫോർ ഇന്ത്യൻ സിറ്റിസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. NPR അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ സെൻസസിന്റെ ഭാഗം വന്നാൽ ആദ്യം എന്ത് സംഭവിക്കും? ഇവിടെ മൊത്തം പോപ്പുലേഷൻ ആണെന്ന് വിചാരിക്കാം. ഇവിടെ മൊത്തം പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷനിൽ ആരൊക്കെയാണ് ഇന്ത്യൻസ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അവർക്ക് ID കാർഡ്സും മറ്റു കാര്യങ്ങളെല്ലാം അവർ തെളിയിക്കേണ്ടി വരും ആരൊക്കെയാണ് ഇന്ത്യൻസ് എന്നുള്ളത്. ബാക്കി ഒരു വിഭാഗം ചെറിയ ആൾക്കാർ എന്ന് പറയുന്നത് ഇവരെല്ലാം ഇല്ലീഗൽ ആൾക്കാരായി മാറും. ബാംഗ്ലാദേശിൽ നിന്നും ഇവിടെ നിന്നും വന്ന ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആൾക്കാരായി മാറും. ഇവരാരൊക്കെയാണെന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് NRIC എന്ന് പറയുമ്പോൾ ഇത് സിറ്റിസൺഷിപ്പ് ആക്ടിന്റെയും പ്രധാനപ്പെട്ട ഭാഗം കൂടാണ്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട സിറ്റിസൺഷിപ്പ് ആക്ട് 1955ന്റെയും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പറയുന്നത്. ആൻഡ് ഇത് ശരിക്കും 1951 സെൻസസിന് ശേഷമാണ് ശരിക്കും ഇങ്ങനെ ഒരു NRIC വേണമെന്നൊക്കെ ശരിക്കും നമ്മൾ തീരുമാനിച്ചെങ്കിൽ പോലും അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. കാരണം 1999 കാർഗിൽ വാറിന് ശേഷം ദർ വാസ് അനദർ തിങ് കോൾഡ് സുബ്രഹ്മണ്യ കമ്മിറ്റി. ഒരു സുബ്രഹ്മണ്യ കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും NRIC എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു വെരിഫൈഡ് രജിസ്റ്റേർഡ് ആണ്. ആരൊക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഒരു വെരിഫൈഡ് രജിസ്റ്റർ ആയിരിക്കും. അപ്പൊ ആദ്യം സെൻസസ് വന്നാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പിലും ഇത് കൃത്യമായിട്ട് വരും. ഇത് നല്ലൊരു കാര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സെക്ഷൻ. ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ എഡിറ്റോറിയൽ പറയുന്ന മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡു ന്യൂ സ്കീംസ് അഹെഡ് ഓഫ് ഇലക്ഷൻസ് എമൗണ്ട് ഓഫ് വോട്ടർ ബ്രൈബ്സ്. പല ഇലക്ഷൻ സമയത്തും നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി MCC മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതേപോലെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും സ്കീമുകൾ അനൗൺസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. സ്കീം അനൗൺസ് ചെയ്യാൻ പാടോ അല്ലെങ്കിൽ പാടില്ലേ? ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ അനൗൺസ് ചെയ്യും. ഇവിടെ പല സ്കീം എന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ പല സ്കീംസ് അങ്ങ് പ്രഖ്യാപിക്കും. മാസം സ്ത്രീകൾക്ക് 1500 രൂപ ഞങ്ങൾ അക്കൗണ്ടിൽ തരും എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും വയലേഷൻ ഓഫ് ഇലക്ഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക് അല്ലേ? അതുകൊണ്ടാണ് ഇത് വോട്ടർ കൈക്കൂലി അല്ലേ എന്ന് ചോദിക്കാൻ കാരണം. അപ്പൊ അങ്ങനെ ഒരുപാട് സ്കീമുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുഖ്യമന്ത്രി മജി ലഡ്കി ബഹൻ യോജന, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. പിന്നെ അടുത്ത ചോദ്യം കൂടെ ഉണ്ട്, DBT നല്ലതാണോ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് DBT? ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്ട്ലി പൈസ അയച്ചു കൊടുത്ത് ഓരോ ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്ട്ലി പൈസ അയച്ചു കൊടുക്കുന്നതാണ് DBT എന്ന് പറയുന്നത്. സോ ഡു യു തിങ്ക് ഈ DBT ഇസ് ഗോയിങ് എ ലോങ് വേ? ഇന്ത്യയിൽ ശരിക്കും നല്ലൊരു ഇമ്പാക്റ്റ് ആണോ DBTക്ക് ഉള്ളത് എന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് നല്ലോണം ഉണ്ടാവണം. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ. അപ്പൊ ഇങ്ങനെ സ്കീം അനൗൺസ് ചെയ്യുന്നത് അവർ പറയുന്നത് പാവങ്ങൾക്ക് നല്ലത് കൊടുക്കാൻ വേണ്ടിയാണ്, മറ്റൊരു പറയുന്നത് ഇല്ല വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് സ്കീം അനൗൺസ് ചെയ്യുന്നില്ലേ. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച വന്നിരിക്കുന്നത്. സോ അടുത്ത നാഷണൽ വാർത്തയിലേക്ക് പ്രധാന വാർത്തകൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഓടിച്ചെടുക്കാം. ആർമി മേക്കിംഗ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ ഇംപ്ലിമെന്റിംഗ് സെറ്റിൽമെന്റ്. ഇത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇന്ത്യ ചൈന റിലേഷനിൽ. ഇന്ത്യയും ചൈനയും ഇവരുടെ ബോർഡറിൽ നമ്മുടെ ബോർഡേഴ്സിൽ പ്രധാനമായിട്ടും പണ്ടത്തെ 2020 സമയത്തുണ്ടായിരുന്ന ആ സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ ഡിസ്എൻഗേജ് ചെയ്ത് കഴിഞ്ഞു, ആർമി എല്ലാം പുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അവിടെ എപ്പോഴും അവിടെ കൃത്യമായിട്ട് ഈ ബോർഡറിന്റെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടെങ്കിൽ ഈ ബോർഡറിന്റെ രണ്ടറ്റത്തും കിടന്ന് നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വി ഹാവ് പുൾ ബാക്ക് അവർ ആർമി. രണ്ടുപേരും ഡിസ്എൻഗേജ് ചെയ്തു. ആഴ്ചയിൽ ഒരിക്കൽ പെട്രോളിംഗ് ഒക്കെ നന്നായി നടക്കുന്നുണ്ട്. സോ ദിസ് ബ്രിങ്സ് us to a larger question of എവിടെയാണ് ദെപ്സാങ്, എവിടെയാണ് ഈ ഡാംചോക്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ ഓൾറെഡി വാർത്തയിലുള്ളതും ഇവിടെ പിന്നെയും വാർത്തയിൽ വരുന്നുണ്ട്. സോ ഇന്ത്യൻ ചൈനയും നല്ലൊരു ബന്ധം ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. ഓൾറെഡി ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്, ഡെപ്സാങ് അവിടെ, ഡെംചോക്ക് എവിടെയാ എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അടുത്ത സുപ്രീം കോർട്ട് നോട്ടീസ് ടു CBI ടു മൂവ് മലിക്സ് ട്രയൽ ടു. ഇത് വേറൊന്നുമല്ല, CBI ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാശ്മീരി സെപ്പറേറ്റ് യാസിൻ മലിക്കിനെ ഇപ്പൊ പറയുന്നുണ്ട് ഇവരെ കശ്മീരിലെ കോടതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. ഇവർ ഓൾറെഡി 1989 4 ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസേഴ്സിനെ കൊന്ന കേസിൽ ഇയാൾ പ്രതിയാണ്. ഇയാൾ തിഹാർ ജയിലിൽ കഴിയുക. ഇയാളെ കശ്മീരിൽ കൊണ്ടുപോയി ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ CBI പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇയാളെ കശ്മീരിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം സിനിമയിൽ കാണുന്ന പോലെ കശ്മീരിലേക്ക് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, ഇയാളെ കൊല്ലാം, സാബോട്ടാഷ് ചെയ്യാം. അതുകൊണ്ട് ഡൽഹി ഹൈക്കോടതി തന്നെ ഇയാളെ ട്രൈ ചെയ്താൽ മതി, കശ്മീരിൽ കൊണ്ടുപോകണ്ടെന്ന് പറയുന്നുണ്ട്. സെക്യൂരിറ്റി റീസൺസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സെക്യൂരിറ്റി റീസൺ കാരണമാണ് അങ്ങനെ വേണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ് നമ്മൾ
സംഭാല ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അജ്മീർ ദർഗയിലും പ്രശ്നമാണ്. ഇത് ഇവിടെ ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. സോ നമുക്ക് പ്രിലിംസിൽ യു ഷുഡ് നോ വാട്ട് ഇസ് സൂഫിസം. സോ ഗോ ബാക്ക് ആൻഡ് ലേൺ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എന്താണ് സൂഫിസം, എന്താണ് ദർഗ. ഇറ്റ്സ് എൻ ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ് ഫോർ സൂഫിസം. ദർഗ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, ഖ്വാജ സലീം ചിസ്തി ആൻഡ് ഹസ്രത്ത് നിസാമുദ്ദീൻ ഓലിയ ഇൻ ഡൽഹിയിലെ അവിടുത്തെ ഹസ്രത്ത് നിസാമുദ്ദീൻ ഓലിയുടെ ദർഗയുണ്ട്. അപ്പൊ ഇത്രയും ദർഗകളുടെ പ്രധാന ഇമ്പോർട്ടൻറ്റ് സൂഫിസം എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത തന്നെയാണ്. സുപ്രീം കോടതിയിൽ റിക്വസ്റ്റ് പോയിട്ടുണ്ട്, ലോവർ കോടതികൾ ഇങ്ങനത്തെ കേസുകളിൽ ഏതാണ് അമ്പലം ഏതാണ് പള്ളി എന്നുള്ളതിൽ സർവേ ഓർഡർ ഇടരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സർവേക്ക് വേണ്ടി ഓർഡർ ഇടണ്ട, അത് വളരെ ആലോചിച്ച് വേണം ഇടാമെന്നാണ്. പിന്നെ ഒരു ഫേമസ് എക്കണോമിക് ഹിസ്റ്റോറിയൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ചെറിയൊരു വാർത്തയാണെങ്കിലും ഒരു പ്രധാന നിയമം പറയുന്നുണ്ട്, ജഡ്ജസിന് അവരുടെ അസറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. നമ്മളെല്ലാം പൊളിറ്റിക്സിൽ പോകുന്ന ആൾക്കാരെല്ലാം അവരുടെ അസറ്റ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പൊ ജഡ്ജിമാര് അവർക്ക് എത്ര രൂപയുണ്ട് അസറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. ഒരു വിഭാഗം ആൾക്കാർ, ഗവൺമെന്റ് ഉൾപ്പെടെ പറയുന്നത് അത് ചെയ്യേണ്ട ആവശ്യമില്ല, ജഡ്ജിമാരുടെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടാൽ അത് അവരുടെ സെക്യൂരിറ്റിക്ക് ഇതാവും. മറ്റു ചില ആൾക്കാർ പറയുന്നുണ്ട് ഡിസ്ക്ലോസ് ചെയ്തേ പറ്റൂ, അതിലൊരു തെറ്റുമില്ല. കാരണം ട്രാൻസ്പാരൻസി, ആരാണെങ്കിലും എല്ലാവരും ട്രാൻസ്പാരന്റ് ആയിരിക്കണം എന്നൊരു വാദമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ശരിക്കും എല്ലാവരും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഇവിടെ അടുത്തൊരു വാർത്ത. പിന്നെ പ്രധാനപ്പെട്ടത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഡൽഹി ഹൈക്കോർട്ട് മോഹൻ റെക്കമെൻഡ് സുപ്രീം കോർട്ട് ജഡ്ജ്. ഇദ്ദേഹത്തിന് ഡൽഹി ഹൈക്കോർട്ടിലെ ജഡ്ജാണ്, ഡൽഹി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ്മെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സോ സഞ്ജീവ് ഖന്ന, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്നന് ശേഷം ആദ്യത്തെ കൊളീജിയമാണ്. സോ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കണം, കൊളീജിയം സിസ്റ്റം നമുക്ക് ഓൾറെഡി അറിയാം. ഗവൺമെന്റ് ഓൾറെഡി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ് കമ്മീഷൻ എന്നൊരു സംഭവം കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യാൻ. ഇപ്പോൾ ജഡ്ജിമാരെ ആര് അപ്പോയിന്റ് ചെയ്യും? ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റും ജഡ്ജിമാരെ എല്ലാവരും കൂടെ ചേർന്ന് അപ്പോയിന്റ് ചെയ്യാം. സുപ്രീം കോടതി പറയുന്നുണ്ട് ഇല്ല, ജഡ്ജിമാരെ തന്നെ അപ്പോയിന്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് കൊളീജിയം സിസ്റ്റം കൊണ്ടുവന്നത്. ഒരു ജഡ്ജിനെ, സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി കൊളീജിയം സിസ്റ്റം ഉണ്ട്. സോ റാൻഡമായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ ജസ്റ്റ്, കൊളീജിയം സിസ്റ്റം എന്ന് പറയുമ്പോൾ സുപ്രീം കോർട്ടിൽ യു ഹാവ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരാണ് സുപ്രീം കോർട്ടിൽ, 4 സീനിയർ മോസ്റ്റ്. ഹൈക്കോടതിയിലാണെങ്കിലും അവിടുത്തെ ചീഫ് ജസ്റ്റിസും പ്ലസ് അവിടുത്തെ 2 സീനിയർ മോസ്റ്റ് ഹൈക്കോടതി ജഡ്ജിമാരാണ്. ഇവരുണ്ടാക്കുന്ന റിപ്പോർട്ട് ജഡ്ജിമാർക്കും അതേപോലെ ജഡ്ജസും ഇടയിലും ചർച്ച ചെയ്യും, അതേപോലെ ഗവൺമെന്റിനടുത്തും ചർച്ച ചെയ്യും. ഗവൺമെന്റിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ച് കോടതിയിലേക്ക് തന്നെ വിടാം, കൊളീജിയത്തിലേക്ക് വിടാം. പിന്നെയും കൊളീജിയം അതേ പേരുകൾ തന്നെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് വേറെ വഴിയൊന്നുമില്ല, ഗവൺമെന്റ് അത് വേറെ അപ്രൂവലിന് വേണ്ടി വിടാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതും ഒരു കൊളീജിയം സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ തമിഴ്നാട്ടിലെ ഡിപ്രഷൻസ് ലൈക്ലി ടു മേക്ക് തമിഴ്നാട് ലാൻഡ് ഫോൾ. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല, നമുക്ക് ഈ ഒരു ഏരിയ അറിയില്ല, നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു വെസ്റ്റേൺ ഏരിയ, നമ്മുടെ ഈസ്റ്റേൺ ഏരിയ, പ്രത്യേകിച്ച് ബേ ഓഫ് ബംഗാളിൽ എന്തെങ്കിലും ഡിപ്രഷൻ വന്നാൽ മൊത്തം സൈക്ലോൺ സ്റ്റോമും, ഒഡീസ നോക്കിയാൽ മതി, ഈ ഭാഗം ഒഡീസ, തമിഴ്നാട്, തമിഴ്നാടാണെങ്കിലും ഈവൻ നാഗപട്ടണം, ഈവൻ ശ്രീലങ്കയിലേക്ക് പോലും ഈ ഏരിയ ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഹെവി സ്റ്റോംസ് എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഒരു സ്റ്റോം ഉണ്ടാവണമെങ്കിൽ, ഡെഫിനറ്റ്ലി സൈക്ലോൺ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം വാം വാട്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിന്റെ ഫോർമേഷനിലേക്ക് പോകുന്നില്ല, സൈക്ലോൺ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇനിയും അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ജോയിന്റ് പാർലമെന്ററി കമ്മീഷന്റെ JPC റിപ്പോർട്ടാണ്. ഇതിൽ JPC റിപ്പോർട്ട് പറയുന്നുണ്ട്, ഓൾറെഡി വഖഫ് ബോർഡിന്റെ തീരുമാനം ചർച്ചയ്ക്ക് നിൽക്കുകയായിരുന്നു. ഇതിൽ വഖഫ് ബോർഡ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. വഖഫ് എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിംസിന്റെ അവരുടെ പ്രോപ്പർട്ടി, അവരത് ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ അസറ്റ്സ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇത് നോക്കി നടത്തുന്നതാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓൾറെഡി ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്, JPC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓൾറെഡി ഇതിന്റെ ചെയർമാൻ ജഗദംബിക പാല് വളരെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഓൾറെഡി മുസ്ലിം മെമ്പേഴ്സ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പഠിക്കാൻ മുസ്ലിം മെമ്പേഴ്സിന് റിപ്പോർട്ട് പഠിക്കാനുള്ള സമയം കൊടുക്കുന്നില്ല, അതിനു മുമ്പേ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇപ്പൊ എന്തായാലും ഫൈനലി വേറൊന്നും അല്ല, അവര് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും പഠിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. സോ എഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യം വരാവുന്നതാണ്, എന്താണ് ഒരു JPC അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം, നിങ്ങൾക്ക് അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു സംഭവം വേണം. ഈ JPC എന്ന് പറയുമ്പോൾ ലോക്സഭയെന്നും രാജ്യസഭയെന്നും രണ്ടുപേരെയും കൊണ്ടുവരുന്ന ഒരു കമ്മിറ്റിയാണ്. ലോക്സഭയെന്നും രാജ്യസഭയെന്നും ഒക്കെ ആൾക്കാരെ കൊണ്ടുവരും. എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്കാമുകളോ ഇഷ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും ബില്ലോ, ഇപ്പോൾ ഇവിടെ വഖഫ് ബില്ല്, അതേപോലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി.
ഇത് റെഗുലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലല്ല, അതിനെക്കാട്ടും വ്യത്യാസമാണ് JPC എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം JPC വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസിൽ, ലോക്സഭ രാജ്യസഭ ഏതെങ്കിലും ഒരു ഹൗസിൽ ഒരു മോഷൻ പാസ് ചെയ്യണം, ഇങ്ങനെ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വേണമെന്നൊരു മോഷൻ കൊണ്ടുവരണം. മറ്റ് ഹൗസ് ഇത് കൊണ്ടെന്നല്ലാതെ മറ്റ് ഹൗസ് ഇത് അംഗീകരിക്കാൻ വേണം. അപ്പോൾ മാത്രമേ JPC എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പൊ അങ്ങനെയാണ് JPC അവിടെ ക്രിയേറ്റഡ് ആവുന്നത്. പിന്നെ അടുത്തത്, ഇത് വേണമെങ്കിൽ സ്പീക്കർ ഓഫ് ദ ലോക്സഭ, സ്പീക്കറും അതേപോലെ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, രാജ്യസഭയിലെ ചെയർമാനും സ്പീക്കറും കൂടെ വേണമെങ്കിൽ ജോയിന്റ് ആയിട്ട് തീരുമാനിച്ചാലും വേണമെങ്കിൽ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതൊരു ഫുൾ ടൈം കമ്മിറ്റി ഒന്നും അല്ല, ദിസ് ഇസ് എ അഡ്ഹോക് കമ്മിറ്റി, അല്ലെങ്കിൽ ടെമ്പററി ആണ്. ഇതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഈ കമ്മിറ്റി ഡിസോൾവ് ചെയ്ത് കളയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കാര്യം കൂടെ ഇവിടെ ഷെയർ ചെയ്തത് JPC എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. സോ ഹാവ് സം ഐഡിയ റിഗാർഡിംഗ് ദിസ്. പിന്നെ ഇങ്ങനെ പാർലമെന്റ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭ ചെയർ പറയുന്നത്. സോ ജഗ്ദീപ് ധൻകർ പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. സോ പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത്, ഇന്ത്യ ടെസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് 3500 കിലോമീറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കണ്ടോ, ഇതൊരു ന്യൂക്ലിയർ സബ്മറീൻ ആണ്, കടലിനടിയിൽ ഇരിക്കുന്നതാണ് ന്യൂക്ലിയർ സബ്മറീൻ. ഇറ്റ്സ് എ ന്യൂക്ലിയർ സബ് ആൻഡ് ദിസ് ഇസ് INS അരിഘാട്ട്. INS അരിഹാന്തിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് അരിഘാട്ട് എന്ന് പറയുന്നത്. സോ അരിഘാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ന്യൂക്ലിയർ പവർഡ് സബ്മറീൻ ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് വിടാൻ പറ്റുന്ന ഒരു റോക്കറ്റിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. ഇറ്റ്സ് കോൾഡ് K4 എന്നാണ് ഇതിന്റെ പേര്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതിനെ വിളിക്കുന്ന പേര് SLBM എന്നാണ്. അപ്പൊ അടുത്ത ചോദ്യം, എന്താണ് ഈ SLBM എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് കോൾഡ് എ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. സബ്മറീൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് K4 എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 3500ഓളം കിലോമീറ്ററിന്റെ റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കേപ്പബിൾ ഓഫ് ന്യൂക്ലിയർ വാർഹെഡ്. ന്യൂക്ലിയർ വാർഹെഡ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഇതും കൂടാണ്. ഏകദേശം 2 ടൺ ഭാരമുള്ള ന്യൂക്ലിയർ പേലോഡ് ഇതിന് വഹിക്കാൻ പറ്റും. K4 SLBM, അതായത് സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആണ് SLBM എന്നോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും INS അരിഘാട്ടിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാനുണ്ട്. സോ INS അരിഘാട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും INS അരിഘാട്ട് ഒരു SSBN ആണ്. സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് SSBN? SSBN എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ ആണ്. ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് സബ്മറീൻ ആണ് ഈ SSBN എന്ന് വിളിക്കുന്നത്. ഇത് അരിഹന്തിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് അരിഘാട്ട് എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് വെക്കുക. ഇത് കൊണ്ടുവന്നോടെ ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് എ ന്യൂക്ലിയർ ട്രയഡ്. എന്താണ് ഈ ന്യൂക്ലിയർ ട്രയഡ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം? ഇനി നമുക്ക് ന്യൂക്ലിയർ പവർ കടലിലൂടെയും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എയർ, ലാൻഡ്, സീ, 3 ഭാഗത്തിലൂടെ, കടലിലൂടെയും ആകാശത്തൂടെയും കരയിലൂടെയും നമുക്ക് ന്യൂക്ലിയർ പവർ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ K4 എന്ന് പറഞ്ഞ സംഭവം ഓർത്ത് വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മുംബൈ പോലീസ് ഒരു ലേഡിയെ അറസ്റ്റ് ചെയ്തു. മോഡിനെ കൊല്ലാൻ, അസാസിനേറ്റ് ചെയ്യാൻ ശ്രമം നടത്തിയ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗതുകരമായ ഒരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. സോ അടുത്ത പ്രധാനപ്പെട്ട, ലിത്വാനിയൻ ഡ്രാമ ടോക്സിക് വിൻസ് ഗോൾഡൻ പീകോക്ക്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതിന്റെ പ്രൈസ് ആണ് ഒരു ഗോൾഡൻ പീകോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത മാപ്പ് ചെക്ക് ആണ്, എവിടെയാണ് ലിത്വാനിയ? സോ വേർ ഇസ് എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, ഞങ്ങൾ പല രാജ്യങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ മാപ്പിൽ എവിടെയാണ് ലിത്വാനിയ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബൂസാനിൽ പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യമാണ്. ഓൾറെഡി നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി നടക്കുന്നുണ്ട്. എന്താണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓൾറെഡി ദർ ഇസ് സംതിങ് കോൾ, ലോകത്തിന് പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ള ഒരു ഇതാണ് INC, ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന്റെ 5ാമത്തെ വേർഷൻ ബുസാനിൽ നടക്കുകയാണ്. സോ ബുസാൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻ സൗത്ത് കൊറിയ. ബുസാൻ, ഇതിന്റെ ആദ്യ വേർഷൻ നടന്നത് ഉറുഗ്വേയിലാണ്. എങ്ങനെയെങ്കിലും ഇത് പറയുന്നുണ്ട്, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി അനുസരിച്ച് 2040 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇല്ലാതാക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യ ഒരുപാട് എൻകറേജ്മെന്റ് പറയുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തില്ലേ? ഇന്ത്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം ബാൻ ചെയ്തു. അപ്പൊ എന്താണ് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്? ഫോസിൽ ഫ്യൂവൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പിന്നെ ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് നമ്മൾ ഓൾറെഡി സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ആക്ച്വലി ബാൻഡ് ഇറ്റ്. അപ്പൊ അത് നമ്മുടെ ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ഇന്ത്യക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, ഇതിനകത്ത് ഇന്ത്യ ഡിഡ് നോട്ട് ലൈക്ക് ദ ലാംഗ്വേജ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞ ആ ഭാഷ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് വേറൊന്നുമല്ല, ഇന്ത്യ മസ്റ്റ് റെഡ്യൂസ് എന്ന് പറയുന്നുണ്ട്. റെഡ്യൂസ് വേറൊന്നുമല്ല, പ്രൈമറി പ്ലാസ്റ്റിക് പോളിമറിനെ
കുറയ്ക്കണമെന്നാണ് പറയുന്നത്. പ്രൈമറി പ്ലാസ്റ്റിക് പോളിമർ, പ്രൈമറി പ്ലാസ്റ്റിക് പോളിമർ, ഇത് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി പ്ലാസ്റ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വെച്ചിട്ടാണ്, ഇത് പ്ലാസ്റ്റിക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലാണ്. ഇന്ത്യ പറയുന്നത് ഈ മസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ വാക്കൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം ഞങ്ങൾ ഒരു സോവറിൻ രാജ്യമാണ്, അങ്ങനെ നിങ്ങൾ ഇന്ത്യ നിർത്തിക്കോണം എന്ന് പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിച്ച് തരില്ല എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ഓൾട്ടർനേറ്റ്സ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഇന്ത്യ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ല, ഇതൊക്കെ ഇപ്പോഴും ഇതൊന്നും ഇപ്പോഴും ഇതിന്റെ ടെസ്റ്റഡ് അല്ല, ഇതിന്റെ അവസ്ഥ എന്താണ്, ഈ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് എത്രത്തോളം, ഇതൊരു ഓൾട്ടർനേറ്റീവ് പറയുന്നുണ്ട്, അതൊന്നും എത്രത്തോളം ഫുൾ പ്രൂഫ് ആണെന്നൊന്നും നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ അതും ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ പറയുന്നുണ്ട്, ഡെവലപ്ഡ് രാജ്യങ്ങളെടുത്ത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഞങ്ങൾക്ക് ടെക്ക് തരിക, ഈ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഇതിന് ടെക്ക് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇതിനോട് ഫിനാൻസ് ഉണ്ട്, നിങ്ങൾ പൈസ തരിക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്ക് തരിക. ഇതൊക്കെയാണ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ടെക്ക് തരിക, അല്ലെങ്കിൽ ടെക് ട്രാൻസ്ഫർ തരിക, അല്ലെങ്കിൽ സപ്പോർട്ട് തരിക എന്നൊക്കെയാണ് ഇന്ത്യ ഇവിടെ പറയുന്നത്. ആൻഡ് ഇന്ത്യ ഓൾസോ അപ്ഗ്രേഡ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് കോൾ CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തായാലും ഡെവലപ്ഡ് രാജ്യങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ കൂടുതൽ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ടെക്നോളജി ഇതൊക്കെ ഞങ്ങളും ഇതൊക്കെ പഠിക്കട്ടെ എന്നില്ലേ. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മറി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അടുത്ത പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിംഗ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫാമേഴ്സ് മസ്റ്റ് ഗെറ്റ് ഹൈ ക്വാളിറ്റി സീഡ്സ്. അത് വേറെ കാര്യമൊന്നുമില്ല, ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ഫാമേഴ്സിനെല്ലാം നല്ല ക്വാളിറ്റി സീഡ്സ് തന്നെ കിട്ടണം, അല്ലാതെ ലോ ക്വാളിറ്റി സീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ ഭയങ്കര വീക്ക് ആവുമെന്നാണ്, അഗ്രി വിൽ ബിക്കം വീക്ക്. അത് പാടില്ല. അപ്പം നല്ല ക്വാളിറ്റി സീഡ്സ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൂടുതലും ചർച്ച ചെയ്യുന്നത്. വേറെ ഭയങ്കരമായി നമുക്ക് ഓർക്കേണ്ട പോയിന്റുകളൊന്നും ഇതിനകത്തില്ല. പിന്നെ UGC അപ്രൂവ്സ്, ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. UGC അപ്രൂവ്സ് ഗൈഡ് ലൈൻസ് ഓൺ ഫ്ലെക്സിബിൾ ഡ്യൂറേഷൻ ഓഫ് ഡിഗ്രി. ഇനി മുതൽ ഡിഗ്രി വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കാം എന്നവർ പറയുന്നുണ്ട്. അത് നല്ലൊരു പരിപാടിയാണ്. അതായത് ഒന്നില്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഡിഗ്രി എടുക്കാം, നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആക്സിലറേറ്റഡ് ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ഡിഗ്രി എടുക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു 3 വർഷം 4 വർഷമൊക്കെ കഷ്ടപ്പെട്ട് ഇനി ഇതിനു വേണ്ടി പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി വേണമെങ്കിൽ ആക്സിലറേറ്റഡ് ഡിഗ്രി എടുത്തോ, വേണമെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിച്ച് എഴുതിയെടുത്തോ. ഇപ്പൊ നിങ്ങൾ ബാക്കി സമയം ജോലി ചെയ്യോ, കുടുംബം നോക്കുമോ, എന്തുകൊണ്ടോ ചെയ്തു, അങ്ങനെ പറയുന്നുണ്ട്. ഫാമിലി നോക്കാനൊക്കെ പറയുന്നുണ്ട്. എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രശ്നമുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, പതുക്കെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്സിലറേറ്റഡ് ഡിഗ്രി ആൻഡ് എക്സ്റ്റൻഡ് ഡിഗ്രി പെട്ടെന്ന് എടുക്കാം, പതുക്കെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ബ്രിങ്സ് എസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഈസ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് NCRF എന്ന് പറയുന്നത്? ഇതൊരു തരത്തിൽ ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു കോളേജിൽ കുറച്ച് പഠിച്ചു, കുറച്ച് നാൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അഫിലിയേറ്റഡ് പാട്ട് ക്ലാസ് പഠിച്ചു, വേറെ ഡാൻസ് ക്ലാസ് പഠിച്ചു, വേറെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ്സ് കിട്ടും, പോയിന്റ് പോലെ. ഇതിന് ക്രെഡിറ്റ് ബാങ്ക് ഒക്കെ ഉണ്ട്. ഞാനത് ഒരു ക്ലാസ്സിൽ തന്നെ പറയാം എങ്ങനെയാണ് NCRF വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. സിമ്പിളായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ് കിട്ടും. ഈ ക്രെഡിറ്റ് ഒക്കെ നിങ്ങളുടെ മേത്ത് കയറും. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഈ ക്രെഡിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേരിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിഗ്രിയിലും കാര്യങ്ങളൊക്കെ നമുക്കത് ബെനിഫിഷ്യലായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് NRF, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ക്യാൻ യൂസ് ദി ഓപ്ഷൻ ടു ഷോർട്ടൻ, ദേ ക്യാൻ യൂസ് എ ക്രെഡിറ്റ് സിസ്റ്റം. അത്രയാണ് ഇതിനകത്ത് മേജറായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതാണ് ഇതിനകത്ത് മേജറായിട്ട് പറയുന്ന കാര്യം. അതാണ് ഇതിനകത്ത് മേജറായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് അദാനിയുടെ വാർത്ത തന്നെയാണ്. അദാനി ഓൾറെഡി ഇഷ്ടംപോലെ ലോൺ, അദാനി തന്നെയാണ്, അദാനിയുടെ ഇമ്പാക്ട് തന്നെയാണ് കൂടുതലും പറയുന്നത്. പിന്നെ ഇന്ന് കണ്ടോ, ബാങ്ക് ഓഫ് ബറോഡ റേസ് 3,500 crores. ഇന്നലെ ബാങ്ക് ഓഫ് ഇന്ത്യ 5,000 കോടി റേസ് ചെയ്തു, SBI 50,000 കോടി റേസ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും ബോണ്ട് ഇഷ്യൂ ചെയ്തു. ഇന്നലെ ഞാൻ പഠിപ്പിച്ചു തന്നാണ് എങ്ങനെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഫണ്ട് വേണം, ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിക്കും, ഇവർക്ക് പലിശ കൊടുക്കും ബാങ്ക്. എന്നിട്ട് ആ പൈസ ഇവരുടെ നിന്ന് റേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന വാർത്ത. മറ്റ് ബിസിനസ് വാർത്തകൾ ഇന്ന് കുറവാണ്. സോ മൂവിങ് ഓൺ ടു ദ ഇന്റർനാഷണൽ ന്യൂസ്. ചൈന അവിടുത്തെ പ്രധാനപ്പെട്ട മിലിറ്ററി ഒഫീഷ്യലിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഡിസ്മിസ് ചെയ്തു കറപ്ഷൻ ചാർജസിൽ. ഇറാൻ പിന്നെയും ന്യൂക്ലിയർ ഡീൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓൾറെഡി IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഇവിടെ ഓൾറെഡി വലിയ കൺസേൺ ഉണ്ട്. ഇറാൻ സീക്രട്ടായിട്ട് സീക്രട്ടായിട്ട് അറ്റോമിക് പവർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നത്, ന്യൂക്ലിയർ എനർജി, അത് ചർച്ച നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്യൂ എന്താണെന്ന് അറിയണം. ചൈന വാസ് ടു ക്രഷ് തായ്വാൻസ് ഇൻഡിപെൻഡന്റ് അറ്റംപ്റ്റ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, തായ്വാൻ എന്ന് പറയുന്നത് ആരാണ്? തായ്വാൻ ശരിക്കും ചൈനയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് വലിയൊരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. ഇസ് തായ്വാൻ റിയലി പാർട്ട് ഓഫ് ചൈന? അതോടെയാണ് പറയുന്നത്. ആൻഡ് സിറിയൻ റിബൽസ് ലോഞ്ച് ലാർജ് സ്കെയിൽ അറ്റാക്ക് ഓൺ ഗവൺമെന്റ് ഫോഴ്സസ് ഇൻ അലപ്പോ. സിവിൽ സർവീസിന്റെ പ്രിലിംസിന് ചോദിച്ചതാണ്, അലപ്പോ എന്ന് പറയുന്നത് എവിടെയാണ്?
അലപ്പോ ഇസ് ഇൻ സിറിയ. സിറിയയിലുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ സിറിയൻ ക്രൈസിസും നമ്മളിനി അടുത്ത പ്രധാനമായിട്ടും കാണേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ എപ്പോഴും ഓൾറെഡി അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക. സിറിയൻ റിബൽസ് അവിടെ വലിയ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലപ്പോ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരും, ആ സ്ഥലത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഷെയ്ഖ് ഹസീന സ്ലാംസ് യൂണിസ് ഗവൺമെന്റ് റിലീസ് ഓഫ് ഇസ്കോൺസ് ചിന്മയ ദാസ്. ഓൾറെഡി മൈനോറിറ്റി ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഇതിന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നെതന്യാഹു സീസ് ഫയർ വിളിക്കാൻ കാരണം ഹെസ്ബുള്ളയായിട്ട്. ഓൾറെഡി നമുക്കറിയാം. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഓൾറെഡി ഇസ്രായേലും ലെബനനും തമ്മിൽ സീസ് ഫയർ വെച്ചു. അതായത് ഇനി 60 ദിവസം കൊണ്ടാണ്, ഏകദേശം 2 മാസം ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലെബനനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത ആൾക്കാരൊക്കെ തിരിച്ചു വന്നു, യുദ്ധം നിന്നു. നല്ലൊരു കാര്യമായിട്ടാണ് ഇസ്രായേൽ ചെയ്തത്, നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. സോ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, വേർ ഇസ് ലിറ്റാനി നദി? ഇറ്റ്സ് കോൾഡ് ലിറ്റാനി റിവർ. ലിറ്റാനി റിവർ എന്ന് പറയുന്നത് ലെബനനിലെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ലെബനൻ ആണ് ലിറ്റാനി എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന് കുറെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഇസ്രായേൽ ആർമി തിരിച്ചു വിളിക്കണം, സൗത്ത് ലെബനൻ വിട്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും നല്ലൊരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ഡീൽ എടുത്തത്? ഇസ്രായേൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഹെസ്ബുള്ളയോടെ ഫൈറ്റ് നിർത്തിയത്? ഒന്ന് പ്രധാനപ്പെട്ടത് ഹെവി ഫൈറ്റ്. ഓൾറെഡി ഗാസയുടെ കൂടെ ഇഷ്ടം പോലെ ഫൈറ്റ് ചെയ്ത് സമയം പോകുന്നുണ്ട്. ലെബനന്റെ കൂടെയും കൂടെ വരുമ്പോൾ ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഹസ് ക്രിയേറ്റഡ് എ ഫറ്റീഗ്. റിസോഴ്സ് മൊബിലൈസേഷൻ പറ്റുന്നില്ല. ഒരുപാട് വാറുകളാകുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇനി ഇസ്രായേൽ കൂടുതലും ഗാസയുടെ അടുത്ത് ഫോക്കസ് ചെയ്യും. ഗാസ വിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത ഫോക്കസ് ലെബനൻ അല്ല, ഇനി അടുത്ത ഫോക്കസ് ഇറാൻ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു എന്ന് ഇവർ ഒരു സ്പെക്കുലേഷൻ. ഡെഫിനറ്റ്ലി ഇതൊക്കെ ഒരു തോട്ട് പ്രോസസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ UK കോമൻസ് ടു വോട്ട് ഓൺ അസിസ്റ്റഡ് ഡൈയിങ്. ഇത് ഭയങ്കര ഒരു ചർച്ചയായിട്ട് നടക്കാൻ പോകുന്നതാണ്. ഒരു ബില്ല് വരാൻ പോവുകയാണ്. അതായത് ടെർമിനലി ഇൽ അഡൽട്സ് എൻഡ് ഓഫ് ലൈഫ് ബിൽ 2024. ഓൾറെഡി വളരെ വയ്യാതിരിക്കുന്ന ആൾക്കാരെ, ഇപ്പൊ ടെർമിനലി ഇല്ലായിട്ടിരിക്കുന്ന ആൾക്കാരെ അസിസ്റ്റഡ് ഡൈയിങ്, യൂത്തനേഷ്യ പോലെ തന്നെ അവരെ വേണമെങ്കിൽ നമുക്ക് അവരെ കൊല്ലാം. ചില ആൾക്കാർക്ക് മരണമാണ് നല്ലതെന്ന് പറയുന്ന പോലെ അസിസ്റ്റഡ് ഡൈയിങ് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ, എത്തിക്കൽ ഇഷ്യൂ ഭയങ്കര ഹൈ ആണ്. മിസ്യൂസ് ചെയ്യപ്പെട്ടാലോ ആരെയും കൊല്ലാമല്ലോ. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നമാണ്. യൂത്തനേഷ്യ എന്ന് പറയുന്ന പോലെ തന്നെ ടെർമിനൽ ഇല്ലായിട്ടുള്ള ആൾക്കാരെ വേണമെങ്കിൽ അവരെ അസിസ്റ്റഡ് ഡൈയിങ്ങിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഇതിൽ എത്തിക്കൽ കൺസേൺസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോ കീപ് ലിസ്ണിംഗ് ടു IAS Factor and I am Arjun R. Shankar. Do subscribe to the channel also. Thank you.